ഹലോ എവരിവൺ, 6 മിസലേനിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുടി കൊഴിച്ചിൽ സീരീസിലെ രണ്ടാമത്തെ വീഡിയോ ആണ് ഇന്ന്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഹെയർ ലോസ്, ഹെറിഡിറ്ററി ഹെയർ ലോസ് അഥവാ ആൻഡ്രോജെനറ്റിക് അലോപേഷ്യ അഥവാ പാറ്റേൺ ഹെയർ ലോസ്, ഇതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഇത് വളരെ സിംപ്ലിഫൈ ചെയ്തിട്ടാണ് ഇന്ന് പറയാൻ പോകുന്നത്. അധികം വൈകാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. എന്താണ് ഹെറിഡിറ്ററി ഹെയർ ലോസ് അഥവാ ആൻഡ്രോജെനറ്റിക് അലോപേഷ്യ അഥവാ പാറ്റേൺ ഹെയർ ലോസ്? ഇറ്റ്സ് എ ജെനറ്റിക്കലി പ്രീഡിറ്റർമൈൻഡ് ഡിസോർഡർ due to excessive response to androgens characterized by progressive loss of terminal hair of the scalp, manifested after puberty with a characteristic presentation or distribution in both males and females. ഡെഫിനേഷൻ കേട്ടിട്ട് ആരും പേടിക്കേണ്ട കേട്ടോ. ഈ ഡെഫിനേഷൻ നമ്മൾ ബ്രേക്ക് ചെയ്താൽ വളരെ ഈസിയാണ് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇറ്റ് ഈസ് എ ജെനറ്റിക്കലി പ്രീഡിറ്റർമൈൻഡ് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ ഇത് പേര് പോലെ തന്നെ ഹെറിഡിറ്ററി ആണ്. അതായത് നമ്മളുടെ അച്ഛനമ്മമാരിൽ ഉണ്ടെങ്കിൽ മക്കളിൽ കാണാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതിൽ ആൻഡ്രോജൻ എന്ന ഹോർമോൺ കൂടുതലായിട്ട് ഉണ്ടാകുമ്പോഴാണ് ഇങ്ങനെയുള്ള ഒരു മാനിഫെസ്റ്റേഷൻ, ആൻഡ്രോജെനറ്റിക് അലോപേഷ്യ അല്ലെങ്കിൽ ഹെറിഡിറ്ററി ഹെയർ ലോസ് എന്ന പോലത്തെ മാനിഫെസ്റ്റേഷൻ ഉണ്ടാകുന്നത്. ഇതിൽ മുടി സാവധാനമായി കൊഴിഞ്ഞു പോകുന്നു. ഒറ്റയടിക്ക് അങ്ങനെ കൊഴിഞ്ഞു പോകുന്നില്ല, സാവധാനമായിട്ട് കൊഴിഞ്ഞു പോകുന്നു. പിന്നെ ഇത് കൗമാരപ്രായത്തിന് ശേഷമാണ് കാണപ്പെടുന്നത്. മാത്രമല്ല സ്ത്രീകളിലും പുരുഷന്മാരിലും വ്യത്യസ്തമായ പാറ്റേണിലാണ് ഇത് കാണപ്പെടുന്നത്. ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇത് വളരെ എളുപ്പമാണല്ലേ. ഇതിന്റെ കാരണങ്ങൾ എന്തൊക്കെ? നമ്മൾ ഡെഫിനിഷനിൽ കണ്ടതുപോലെ തന്നെ ഒന്ന് ജെനറ്റിക്സ് അഥവാ പാരമ്പര്യം, പിന്നെ ആൻഡ്രോജൻ എന്ന ഹോർമോണിന്റെ ഇഫക്റ്റ്, മാത്രമല്ല സ്ത്രീകളിലാണെങ്കിൽ ഹോർമോണൽ ഇംബാലൻസ് ലൈക്ക് PCOD. ഇതൊക്കെയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കാരണങ്ങൾ. ആരിലാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത്? മെയിനായിട്ട് വെള്ളവർഗ്ഗക്കാരിൽ, അവരെക്കാട്ടി കുറച്ച് കുറവായിട്ട് ഏഷ്യക്കാരിൽ, പിന്നെയും കുറവായിട്ട് കാണുന്നത് ആഫ്രിക്കക്കാരിൽ. പിന്നെ സ്ത്രീകളിലാണെങ്കിൽ ഈ ആൻഡ്രോജെനറ്റിക് അലോപേഷ്യ കൂടുതലായിട്ട് കണ്ടുവരുന്നത് മെനോപോസിന് ശേഷമാണ്. ആൻഡ്രോജെനറ്റിക് അലോപേഷ്യയുടെ മെക്കാനിസം അറിയുന്നതിന് മുൻപേ നമുക്ക് ഹെയർ സൈക്കിൾ എന്തെന്ന് നോക്കാം. കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഹെയർ ഫോളിക്കിൾ ആണ് ഹെയറിന്റെ പ്രൊഡക്ഷൻ സെന്റർ. അതായത് ഈ ഹെയർ ഫോളിക്കിളിൽ നിന്നാണ് ഹെയർ ഇങ്ങനെ വളർന്ന് വലുതായി പിന്നെ അവസാനം കൊഴിഞ്ഞു പോകുന്നത്. അപ്പം ഒരു ഹെയർ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഈ ഹെയർ ഫോളിക്കിളിൽ നിന്ന് ഹെയർ ഡെവലപ്പായി പിന്നെ അതിങ്ങനെ വലുതായി പിന്നെ ഫൈനലി അത് കൊഴിഞ്ഞു പോകുന്നു. അപ്പം കൊഴിഞ്ഞു പോകുന്നത് വരെ ആകുമ്പോഴത്തേക്ക് ഒരു സൈക്കിൾ അങ്ങ് കംപ്ലീറ്റ് ആവും. എന്നിട്ട് ഈ ഹെയർ ഫോളിക്കിൾ അടുത്ത സൈക്കിളിലേക്ക് പോകുന്നു. അപ്പം ഹെയർ സൈക്കിളിന് 4 സ്റ്റേജ് ഉണ്ട്. അപ്പം നമുക്ക് ആ 4 സ്റ്റേജിലേക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പോവാം. ആദ്യത്തെ സ്റ്റേജാണ് എനാജൻ ഫേസ്. ഈ എനാജൻ ഫേസിലാണ് മെയിനായിട്ട് ഗ്രോത്ത് ഉണ്ടാകുന്നത്, അതായത് മുടിക്ക് നീളം വെക്കുന്നത്. ഒരു സമയത്ത് നമ്മുടെ സ്കാൽപ്പിലെ മുടി 80% തലമുടി ഈ എനാജൻ ഫേസ് അല്ലെങ്കിൽ ഗ്രോയിങ് ഫേസ്, വളർന്നുകൊണ്ടിരിക്കുന്ന ഫേസിലാണ് ഉണ്ടാവുന്നത്. അപ്പം ഈ ഫേസിന് ഒരു 3 വർഷത്തോളം ഡ്യൂറേഷൻ ഉണ്ട്. 3 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു ഫേസാണ് ഈ എനാജൻ ഫേസ്. ഈ ഫേസിലാണ് മുടിക്ക് നീളവും വണ്ണവും ഒക്കെ വെക്കുന്നത്. അടുത്തതാണ് കാറ്റാജൻ ഫേസ്. ഇതിൽ ഈ ഹെയർ ഫോളിക്കിൾ ഇങ്ങനെ ചുരുങ്ങി അതിന്റെ ഗ്രോത്ത് കഴിഞ്ഞിട്ട് അതിങ്ങനെ ചുരുങ്ങുന്നു. എനാജൻ ഫേസിൽ അതിങ്ങനെ ഹെയർ ഫോളിക്കിൾ ഗ്രോ ചെയ്യുന്നു, അതേപോലെ ഹെയറും ഇങ്ങനെ ലെങ്ത് ഇങ്ങനെ കൂടുന്നു, അതിന്റെ നീളം കൂടുന്നു, വണ്ണം കൂടുന്നു. പിന്നെ ഹെയർ ഫോളിക്കിൾ ഇങ്ങനെ ചുരുങ്ങുന്നു, അതാണ് കാറ്റാജൻ ഫേസ്. ഇത് ഈ ഒരു ഫേസിൽ നമ്മുടെ തലമുടിയിൽ ഒരു 1-2% മുടി മാത്രമേ അറ്റ് എ ടൈം ഈ ഫേസിൽ ഉണ്ടാവുന്നുള്ളൂ. ഇതിന്റെ ദൈർഘ്യം എന്ന് പറഞ്ഞാൽ വെറും 3 ആഴ്ചയോളം മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. അടുത്ത ഫേസ് ആണ് ടീലോജൻ ഫേസ്.
അതിന് റെസ്റ്റിംഗ് ഫേസ് എന്നും പറയും. അതായത് ഈ ഹെയർ ഫോളിക്കിൾ ഇങ്ങനെ ചുരുങ്ങിയതിന് ശേഷം ആ സ്റ്റേജിൽ തന്നെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും ഒരു 3 മാസത്തോളം. ഓക്കെ, അപ്പം അറ്റ് എ ടൈം ഒരു 10% മുടി ഈ ഫേസിൽ ഉണ്ടാവുന്നു. ഫൈനൽ സ്റ്റേജ് ആണ് എക്സോജൻ ഫേസ്. അതായത് ഈ ഇങ്ങനെ ടീലോജൻ ഫേസിലുള്ള മുടി പിന്നെ അതിന്റെ ഫംഗ്ഷനിൽ കഴിഞ്ഞ് പിന്നെ അത് കൊഴിഞ്ഞു പോകുന്നു, അത്രയേ ഉള്ളൂ. അപ്പം അനാജൻ ഫേസ്, കാറ്റാജൻ ഫേസ്, ടീലോജൻ ഫേസ്, എക്സോജൻ ഫേസ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം ഒരു ദിവസം 100 മുടി കൊഴിഞ്ഞു പോകുന്നത് വളരെ നോർമലാണ്. ഇനി നമുക്ക് ഇതിന്റെ മെക്കാനിസം അറിയാം. മുടി കൊഴിച്ചിൽ ഉണ്ടാവുന്നത് എങ്ങനെ? ആൻഡ്രോജൻ എന്ന ഹോർമോണിന്റെ ഇഫക്റ്റ് കാരണം അനാജൻ ഫേസ്, ഗ്രോത്ത് ഫേസ്, അതിന്റെ ദൈർഘ്യം കുറയുന്നു. അതായത് 3 വർഷത്തോളം ഒരു ഹെയർ ഫോളിക്കിൾ അല്ലെങ്കിൽ ഒരു ഹെയർ ഫോളിക്കിൽ നിന്ന് വരുന്ന മുടി 3 വർഷത്തോളം കൊണ്ടുണ്ടാവേണ്ട വലിപ്പവും നീളവും ചുരുങ്ങിയിട്ട് വെറും 1 മാസത്തേക്ക് മാത്രമാണ്. 3 വർഷത്തോളം വേണ്ടത് 1 മാസത്തോളം. അതായത് 3 വർഷത്തോളം കൊണ്ട് വളരേണ്ടതിന് പകരം അത് ജസ്റ്റ് 1 മാസം കൊണ്ട് എത്രത്തോളം വളരാൻ പറ്റുന്നു അത്രത്തോളം വളരുന്നു. അപ്പൊ എന്താവുന്നു? ഹെയർ ഫോളിക്കിളിന്റെ സൈസ് കുറയുന്നു, അതേപോലെ അതിൽ നിന്ന് വരുന്ന മുടിയുടെ ലെങ്ത്തും വണ്ണവും കുറയുന്നു. ഇതിന് മിനിയേച്ചറൈസേഷൻ ഓഫ് ഹെയർ ഫോളിക്കിൾ എന്നാണ് പറയുന്നത്. ഇതിനുശേഷം അടുത്ത ഈ ഒരു ഹെയർ ഫോളിക്കിൾ മുടി ഉണ്ടായി, മുടി പിന്നെ വളർന്ന്, പിന്നെ മുടി കൊഴിഞ്ഞതിന് ശേഷം അടുത്ത സൈക്കിളിലേക്ക് പോകുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു അടുത്ത സൈക്കിളിലേക്ക് പോകും. അപ്പം ഓരോ സൈക്കിൾ കഴിയും തോറും ഈ ഹെയർ ഫോളിക്കിളിന്റെ സൈസ് കുറഞ്ഞു വരുന്നു. ഇത്ര വലുതുള്ളത് കുറഞ്ഞു വരുന്നു. അതിനനുസരിച്ചിട്ട് തന്നെ അതിൽ നിന്നുണ്ടാകുന്ന മുടിയുടെയും ലെങ്ത്തും അതിന്റെ സൈസും കുറഞ്ഞു വരുന്നു. അങ്ങനെ ഫൈനലി എന്താവുന്നു? ഈ നമ്മുടെ സ്കിന്നിനുള്ളിൽ നിന്ന് വരുന്ന മുടി സ്കിന്നിന് പുറത്തോട്ടേക്ക് വരിക തന്നെയില്ല. അങ്ങനെ ആ ഏരിയ നമുക്കൊരു കഷണ്ടി പോലെയോ അല്ലെങ്കിൽ ബാൾഡ് പാച്ച് പോലെയോ ആയിട്ട് കാണപ്പെടുന്നു. ഇതാണ് ഇതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള മെക്കാനിസം. ടൈപ്സ് ഓഫ് ആൻഡ്രോജെനറ്റിക് അലോപേഷ്യ. ഇത് ആണുങ്ങളിലും പെണ്ണുങ്ങളിലും 2 രീതിയിലാണ് കാണപ്പെടുന്നതെന്ന് പറഞ്ഞല്ലോ, 2 പാറ്റേൺ ആയിട്ട്. അപ്പം പുരുഷന്മാരിൽ കാണുന്നതിന് മെയിൽ പാറ്റേൺ ഹെയർ ലോസ് എന്നാണ് പറയുന്നത്. ഇതിലെങ്ങനെയാണെന്ന് പറഞ്ഞാൽ മുൻവശത്ത് ഈ ഒരു ഭാഗത്ത് മുൻവശത്തിന്റെ ഈ 2 ഭാഗത്തായിട്ട് മുടി ഇങ്ങനെ കയറി പോകുന്നു. മാത്രമല്ല തലയുടെ ഏറ്റവും മുകളിൽ ഈ ഭാഗത്തും കുറച്ച് ഹെയർ ഡെൻസിറ്റി കുറഞ്ഞു വരുന്നു. അപ്പൊ ഈ 2 ഭാഗത്തും പിന്നെ ഹെയർ ഡെൻസിറ്റി കുറയുകയും പിന്നെ കഷണ്ടി പോലെ രൂപപ്പെടുകയും ചെയ്യുന്നു. ഇതിന് പല ഗ്രേഡായിട്ട്, ഇതിന്റെ സിവിയറിറ്റി അനുസരിച്ചിട്ട് പല ഗ്രേഡായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഈ കാണുന്നതാണ് ഹാമിൽട്ടൺ നോർവുഡ് ക്ലാസിഫിക്കേഷൻ. ഇതിൽ ഈ 2ാമത്തെ ടൈപ്പ് 2 ഗ്രേഡാണ് ഏറ്റവും കോമൺ. അതുപോലെ തന്നെ സ്ത്രീകളിൽ കാണുന്നതിനാണ് ഫീമെയിൽ പാറ്റേൺ ഹെയർ ലോസ് എന്ന് പറയുന്നത്. അവരിൽ ഈ മുന്നിൽ കാണുന്ന ഈ ഹെയർ ലൈൻ അങ്ങനെ തന്നെ അതിനൊരു കുഴപ്പമുണ്ടാവില്ല, ഹെയർ ലൈൻ കറക്റ്റായിട്ട് തന്നെ ഉണ്ടാവും. പക്ഷെ സ്ത്രീകളിൽ ഈ ഒരു ഭാഗത്ത് നടുവിൽ സെൻട്രൽ ഏരിയയിലാണ് മുടി കൊഴിച്ചിൽ കൂടുതലായി കാണപ്പെടുന്നത്. അവിടെ മുടിയുടെ ഡെൻസിറ്റി കുറയുകയും ഈ ഒരു ഭാഗത്ത് കുറച്ചൊരു ഗ്യാപ്പ് ഭയങ്കര കൂടുതലായതുപോലെ കാണുകയും ചെയ്യുന്നു. ലുഡ്വിഗ് ആൻഡ് സിൻക്ലെയർ ക്ലാസിഫിക്കേഷനാണ് ഫീമെയിൽ പാറ്റേൺ ഹെയർ ലോസിൽ ഉപയോഗിക്കുന്നത്. സ്ത്രീകളിലും പുരുഷന്മാരിലും എന്തുകൊണ്ടാണ് ഈ കണ്ടീഷൻ ഇങ്ങനെ 2 രീതിയിലായിട്ട് പ്രസന്റ് ചെയ്യുന്നത്? ഇങ്ങനെയുള്ള ഒരു വ്യത്യാസം ഉണ്ടാവാൻ കാരണം അവരിൽ ഇരുവരിലുമുള്ള ഹോർമോൺസിലുള്ള വ്യത്യാസം തന്നെയാണ്. മുടികൊഴിച്ചിൽ കൊണ്ടുള്ള കുഴപ്പങ്ങൾ എന്തൊക്കെ? ഒന്നാമത് ലാക്ക് ഓഫ് സെൽഫ് കോൺഫിഡൻസ്, അതായത് നമ്മുടെ ആത്മവിശ്വാസക്കുറവ്. രണ്ടാമത്തത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മുടി സ്റ്റൈൽ ചെയ്യാൻ പറ്റാണ്ടാവുക. മൂന്നാമത്തത് സ്വന്തം അപ്പിയറൻസിൽ അതൃപ്തിയാവുക. നാലാമത്തത് മുടി കൊഴിയുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സങ്കടം, ഒരു അസ്വസ്ഥത. അഞ്ചാമത്തത് മുടി കൊഴിഞ്ഞാൽ അത് കണ്ടിട്ട് മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് ഓർത്തിട്ടുള്ള അസ്വസ്ഥത. ഫൈനലി ഇതെല്ലാം കൊണ്ടുള്ള ഡിപ്രഷൻ. അടുത്തതായി ട്രീറ്റ്മെന്റ്.
What had scanded men in hair, he had given them in wit. പണ്ട് പുരുഷ മേധാവിത്വമുള്ള കാലത്ത് ഷേക്സ്പിയർ പറഞ്ഞ വാചകമാണിത്. അതായത് ആണുങ്ങളിൽ എത്രത്തോളം മുടി കുറവുണ്ടോ അത്രത്തോളം ബുദ്ധി കൂടുതലാണ് എന്ന്. ഇങ്ങനെയുള്ള വാചകങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പിൽക്കാലത്ത് മുടി കൊഴിച്ചിൽ ആണുങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഒരു കുഴപ്പമായിട്ടാണ് കരുതിയിരുന്നത്. വേറെ ഒരു പഴഞ്ചൊല്ല് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അസൂയക്കും കഷണ്ടിക്കും മരുന്നില്ല. നമ്മൾ വളരെ കോമൺ ആയിട്ട് കേട്ടതാണ്, പക്ഷേ ഇന്നങ്ങനെയല്ല. കഷണ്ടിക്ക് മരുന്നുണ്ട്. അവ എന്തൊക്കെയെന്ന് നോക്കാം. ആദ്യമായിട്ട് ടോപ്പിക്കൽ ട്രീറ്റ്മെന്റ്, അതായത് തലയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ട്രീറ്റ്മെന്റ്. ഇതിൽ മെയിൻ ആയിട്ടുള്ളതാണ് മിനോക്സിഡിൽ, പിന്നെ ഫിനാസ്ട്രൈഡ്. ഇതിന്റെ ആക്ഷൻ എന്തെന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഗ്രോയിങ് ഫേസ് അഥവാ എനാജിൻ ഫേസ്, ഈ ഫേസിന്റെ ഡ്യൂറേഷൻ കൂട്ടുന്നു. അതായത് ഓരോ സൈക്കിൾ കഴിയും തോറും ഈ ഫേസിന്റെ ഡ്യൂറേഷൻ കൂട്ടുകയും പിന്നെ ടീലോജൻ ഫേസ്, അതായത് ആ ഫേസിൽ മുടി റെസ്റ്റിംഗ് ആയിരിക്കും. റെസ്റ്റ് ചെയ്ത് ഏത് നിമിഷം വേണമെങ്കിലും അത് കൊഴിഞ്ഞു പോകാം. അതിന്റെ ഡ്യൂറേഷൻ കുറയുകയും ചെയ്യുന്നു. ഓരോ സൈക്കിൾ ഹെയർ ഫോളിക്കിൾ ഓരോ സൈക്കിൾ കഴിയും തോറും അതിന്റെ അനാജൻ ഫേസ് ഗ്രോയിങ് ഫേസ് കൂടുകയും ടീലോജൻ ഫേസ് റെസ്റ്റിംഗ് ഫേസ് കുറയുകയും ചെയ്യുന്നു. അപ്പോഴെന്താ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ഓരോ സൈക്കിൾ കഴിയും തോറും മുടിയുടെ ലെങ്ത് കൂടുകയും ലെങ്ത്തും വണ്ണവും കൂടുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഹെയർ ഫോളിക്കിളും വലുതായി വരുന്നു. ഓക്കെ, അങ്ങനെ നോർമൽ സൈസ് വരെ എത്തുന്നു. അടുത്തതായിട്ട് ഓറൽ ട്രീറ്റ്മെന്റ്, അതായത് നമുക്ക് കഴിക്കാൻ പറ്റുന്നത്. ഇതിൽ മെയിൻ ആയിട്ടുള്ളതാണ് ഫിനാസ്ട്രൈഡ്, പിന്നെ കുറച്ച് സപ്ലിമെന്റ്സ് ലൈക്ക് ബയോട്ടിൻ, സിങ്ക്, അയൺ. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഇതിൽ മെയിൻ ആയിട്ടുള്ളതാണ് PRP, പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ. ഇതിൽ പേഷ്യന്റിന്റെ ബ്ലഡ് നമ്മൾ വിഡ്രോ ചെയ്തിട്ട് അതിന് സ്ലൈറ്റ് ആയിട്ട് പ്രോസസ്സ് ചെയ്തിട്ട് അത് ഈ എവിടെയാണോ മുടി കുറവുള്ളത് ആ ഭാഗത്ത് ഇഞ്ചെക്ട് ചെയ്യുന്നു. ഇത് ഭയങ്കര പോപ്പുലർ ആണ് ഇപ്പം. ഇതിന് ലിക്വിഡ് ഗോൾഡ് എന്നും ഇപ്പൊ പറയപ്പെടുന്നു. അടുത്തതായിട്ട് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ, അതായത് മുടിയുള്ള ഭാഗത്ത് നിന്ന്, മെയിൻലി ഈ പിറകിലുള്ള ഭാഗത്ത് നിന്ന് മുടിയുടെ ഹെയർ ഫോളിക്കിൾ എക്സ്ട്രാക്ട് ചെയ്തിട്ട് എവിടെയാണോ മുടി കുറവുള്ള അവിടത്തേക്ക് ഇംപ്ലാന്റ് ചെയ്യുന്നതാണ്. അതായത് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതാണ്. ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. മൂന്നാമത്തത് ലേസർ ടെക്നിക്സ് ഉണ്ട്. പിന്നെ ഇഞ്ചക്ഷൻ, ബോട്ടിലിനം ടോക്സിൻ ഇഞ്ചക്ഷൻ. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്. പിന്നെ വേറെ എന്ന് പറയുമ്പോൾ നമുക്ക് നാലാമത്തത്, അതായത് നമുക്ക് ഈ ഹെറിഡിറ്ററി ഹെയർ ലോസ് അല്ലെങ്കിൽ ആൻഡ്രോജനിക് അലോപേഷ്യ നമുക്ക് മാസ്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് കവറപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. വേറെ ഒരാൾ കാണാത്ത രീതിയിൽ കവറപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. എങ്ങനെയെന്ന് വെച്ചാൽ വിഗ് വെക്കലും പിന്നെ തൊപ്പി ധരിക്കലും, അങ്ങനെ. ഇതൊക്കെയാണ്, ഈ നാലാണ് മെയിൻ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് മെത്തേഡ്സ്. ഹെറിഡിറ്ററി ഹെയർ ലോസ് അത് എന്തെന്നും അത് എങ്ങനെ ഉണ്ടാകുന്നു എന്നും സ്ത്രീകളിലും പുരുഷന്മാരിലും ഉണ്ടാകുന്ന ഡിഫറെന്റ് പാറ്റേൺസും പിന്നെ അതുകൊണ്ടുണ്ടാകുന്ന കുഴപ്പങ്ങളും എങ്ങനെ അതിനെ ട്രീറ്റ് ചെയ്യാമെന്നും പിന്നെ ഹെയർ സൈക്കിളിനെ കുറിച്ചിട്ടും ഒക്കെ ഈ വീഡിയോയിൽ കേട്ടല്ലോ. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഹെയർ ലോസിനെ കുറിച്ചിട്ടുള്ള അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ.